എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞാൻ ക്രിസ്മസ് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് കേട്ടോ വീഡിയോ എടുക്കണേ. ഇത് എഡിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ ഒരാഴ്ചയ്ക്ക് മേലെ ആവും. കാരണം ഇപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറച്ചധികം നാളായി. കാരണം നാട്ടിലേക്ക് വെക്കേഷന് വേണ്ടി വന്നു. പിന്നെ എഡിറ്റ് ചെയ്യാനൊന്നും എനിക്ക് സമയം കിട്ടിയില്ല. കാരണം PC-യിൽ ചെയ്യണ കാരണം അത് വലിയൊരു അടിയായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടിരിക്കുക. അപ്പം നമുക്ക് പുൽക്കൂട് കാണാൻ പോകട്ടെ. ഇപ്പോൾ ഇവിടെ തൃശ്ശൂർ തന്നെ 2-3 സ്ഥലത്ത് പോകുന്നുണ്ട്. തൃശ്ശൂർ ആറ്റിൻപള്ളിയിലൊക്കെ നല്ല കൂടാന്ന് പറയുന്നത് കേൾക്കുന്നു. അപ്പം നമുക്ക് അവിടുത്തെ പുൽക്കൂടൊക്കെ കാണാം. എൻ്റെ മൂക്കിൻ്റെ കൂടെ വലിയൊരു ബൾബ് തെളിഞ്ഞുണ്ട്. പക്ഷെ ഭയങ്കര വേദന. നമുക്ക് പുൽക്കൂട് കാണാട്ടാ. ഞങ്ങൾ ലാറ്റിൻപള്ളിയിൽ പുൽക്കൂടൊക്കെ കാണാൻ പോകാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് യാത്ര തുടങ്ങിയത് കേട്ടോ. അപ്പം എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ ഒക്കെ കൂടെയാണ് പോയത്. ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് പോയത്. അപ്പോൾ അവൻ പറഞ്ഞു ഈ കോടാലി കൊടുങ്ങ ഭാഗത്ത് നല്ല പുൽക്കൂടുണ്ട്, നല്ല അഭിപ്രായം പറയണേന്ന് പറഞ്ഞു. ഞങ്ങൾ കോടാലിയിലോട്ട് പോയിട്ടാണ്. ശരിക്കും കിടുങ്ങിപ്പോയിട്ട ഗൈസ്. നല്ല അടിപൊളി പുൽക്കൂടായിരുന്നു. ബെത്ലഹേം തീമിൽ വരുന്ന അവിടെ ബെത്ലഹേമിൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അവർ ഒരുക്കി നല്ല രസമായിട്ട് അവർ പുൽക്കൂട് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അവിടെ എന്താ പറയുക, നമ്മൾ ഇതേവരെ കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനൊരു പുൽക്കൂട്. അതേപോലെ അവർ വണ്ടർഫുള്ളായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ അന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നതിന് ശേഷം വൈകുന്നേരം, അന്നേ ദിവസം വൈകുന്നേരം തന്നെയാണ് ഇങ്ങനെ പുൽക്കൂട് കാണാൻ പോവുക. ചില സാഹചര്യങ്ങളിൽ പിറ്റേ ദിവസമാണ് പോകാറ് കേട്ടോ. അപ്പം എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് പോകാറുണ്ട് ഇങ്ങനെ പുൽക്കൂട്. ചിലപ്പോൾ 1-2-3 പള്ളികളിലേക്കൊക്കെ പോവും. പക്ഷേ ഇത് ഇത്തിരി ദൂരെ ആയതുകൊണ്ട് ഈ കൊടുങ്ങ പള്ളിയിലേക്ക് മാത്രമേ ഞങ്ങൾ വന്നുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഈ കാണുന്നത് കണ്ട് ഇത് ബെത്ലഹേം ആ ഒരു സ്ഥലത്ത് നടക്കുന്ന ബിസിനസ്സുകളിൽ പണ്ട് കാലത്ത് നടന്നിരുന്ന വ്യവസായങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവരിങ്ങനെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ചെറിയൊരു പാലൊക്കെ ഇവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെയാണ് കടന്നിട്ടൊക്കെയാണ് നമ്മൾ പോവുക. എന്താ പറയുക, നല്ല രീതിയിൽ അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും കേട്ടോ. ഒരുപാട് പേരുടെ അഭിപ്രായം ചോദിച്ചിട്ടൊക്കെയാണ് കേട്ടോ ഞങ്ങൾ പോയത്. അപ്പോൾ ആമ്പല്ലൂർ വേറൊരു സ്ഥലത്ത് പുൽക്കൂടുണ്ട്. അവിടെ ഒരാൾക്ക് 100 രൂപയാണ് എൻട്രി ഫീസ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒരു കാര്യമില്ല എന്നാണ് പറഞ്ഞത് കേട്ടെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ റിസ്ക് എടുത്തിട്ട് പോകാനൊന്നും ഞങ്ങൾ തയ്യാറായില്ല. ഇവിടത്തേക്ക് ഒരു 20 രൂപയാണ് എൻട്രി ഫീസ്. എൻട്രി ഫീസൊക്കെ ഇപ്പോൾ തുടങ്ങിയേക്കണ ഏർപ്പാടാണ് കേട്ടോ. പണ്ടൊക്കെ നമുക്ക് എപ്പോൾ പോയാലും പുൽക്കൂട് കാണാം, അങ്ങനത്തെ ഒക്കെ ഒരു സിസ്റ്റമായിരുന്നു. ഇപ്പം അതൊക്കെ മാറി മാറി വരികയാണ്. കാരണം പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ഇത്രയും നല്ല പുൽക്കൂടൊക്കെ അവരൊരുക്കുമ്പോൾ അതിന് ഒരുപാട് എക്സ്പെൻസ് വരും. അപ്പോൾ അവർ ഈ പള്ളിയിലെ ഓരോ അക്കൗണ്ടിൽ നിന്നും ഇങ്ങനെ ഓരോ കമ്മിറ്റിയിൽ നിന്നൊക്കെ പിരിച്ചിട്ടൊക്കെ ആയിരിക്കും അവർ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ലാഭം അവർക്ക് കിട്ടണ്ടേ. നിങ്ങൾ പോയോ പുൽക്കൂടൊക്കെ കാണാനൊക്കെ ആയിട്ട്? ഇപ്പോഴത്തെ ന്യൂ ഇയറിൻ്റെ അന്നാണ് ഞാനിത് അപ്ലോഡ് ചെയ്യാൻ പോണത്. എന്നാലും ഞാൻ ചോദിക്കുക, പോയിട്ടുണ്ടായിരുന്നോ? തൃശ്ശൂർ തന്നെ വേറെ ഞാൻ അറിയാത്ത ഒരുപാട് സ്ഥലത്തുണ്ടായിരിക്കും കേട്ടോ പുൽക്കൂടുകൾ. മാപ്രാണത്തൊക്കെ കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയായിരുന്നു. അവിടെയൊക്കെ നല്ല കൂടായിരുന്നു കേട്ടോ. ഇരിങ്ങാലക്കുട വശത്തേക്കൊക്കെ പോയായിരുന്നു. ഇപ്രാവശ്യം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചിട്ട് കുറവാണ്, നല്ല പുൽക്കൂടുകളൊക്കെ കുറവാണ് കേട്ടോ. പക്ഷെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കൊടുങ്ങ കിടുക്കി കളഞ്ഞു കേട്ടോ. ശരിക്കും നമ്മൾ ഇതേവരെ കണ്ടിട്ടില്ലാത്തൊരു തീമിലാണ് ഇവർ ഒരുക്കിയിരിക്കണേ. പിന്നെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനൊരു സംഭവം. ഇവർ ഒരു എയ്റോപ്ലെയിനൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണം. ഈ എയ്റോപ്ലെയിൻ്റെ ഉള്ളിലാണ് ഏദൻ തോട്ടം അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണേ. അപ്പം അതെനിക്കൊരു പുതിയൊരു വെറൈറ്റി ആയിട്ടൊക്കെ തോന്നി. ഞങ്ങളിപ്പോൾ കാണാൻ പോകുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരുകളുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഈ പുൽക്കൂടൊക്കെ ഒരുക്കിയ ഇവരുടെ ഈ ടീമിനെ, അവരുടെ ടീം സ്പിരിറ്റിനെ ശരിക്കും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. അത്രയും മനോഹരമായിട്ട് ഇവരെല്ലാതും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ കണ്ടോ ഒരറ്റത്താണ് ഏദൻ തോട്ടം. ഒരു പാമ്പും നമ്മുടെ ആദത്തിനെ ഹവേനെയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഈ എയർപ്ലെയിനിൽ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണേ. പക്ഷേ അത് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. പിന്നെ സൈഡിൽ ഒട്ടകത്തിനെയും നമ്മുടെ യൂണിക്കോണിനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, ഇന്ത്യ ഗേറ്റാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെ നമ്മുടെ ഈ ദേശീയ പതാകയുടെ കളറ് കണ്ടപ്പോഴാണ്, ഈ ഓറഞ്ച് വെള്ളയും പച്ചയൊക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇന്ത്യ ഗേറ്റാണ് ഉണ്ടാക്കി വെച്ചേക്കണമെന്ന് കേട്ടോ. അതും ഒരു പുതുമ തോന്നി എനിക്ക്. പിന്നെ എല്ലാ പുൽക്കൂട് കാണുമ്പോഴും ഒരു സാന്താക്ലോസ് അപ്പാപ്പ് ഉണ്ടാവുമല്ലോ, അതൊക്കെ നല്ല രസമായി. പിന്നെ എനിക്ക് എടുത്തു പറയാനായിട്ടുള്ളത്, ഇങ്ങനെ ഓരോ നമ്മൾ ജപമാലയൊക്കെ ചൊല്ലുമ്പോൾ അതിലത്തെ ഓരോ ഇൻസിഡൻസ് ഇല്ലേ മാലാക വന്ന് അറിയിക്കുന്നത്. പിന്നെ ഇങ്ങനെ ആ രഹസ്യത്തിൽ പെടാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഔസേപ്പിതാവിൻ്റെ ഉറക്കത്തിൽ ഗബ്രിയേൽ മാലാക വന്ന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു കൺഫ്യൂഷൻസൊക്കെ മാറ്റി കൊടുക്കുന്ന ആ ഒരു കഥ വായിച്ചിട്ടല്ലേ, അതൊക്കെ ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ടാ. പിന്നെ നമ്മുടെ കൊന്തയിലെ രഹസ്യങ്ങൾ, ഏലിശാമ്മയുടെ അടുത്തേക്ക് പോകുന്നത്, മാതാവ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്.
പിന്നെ ഈ ഒരു ട്രീ കണ്ട, ഇതിലൊക്കെ ഇങ്ങനെ ഞാത്തിയിട്ടിരിക്കുന്നത് ഓരോ കടലാസ് കൊണ്ടുള്ള പൊതിയാണ് കേട്ടോ. എൻ്റെ ചെറുപ്പത്തിൽ ഭയങ്കര ഹരമായിരുന്നു പാതിര കുർബാനയ്ക്ക് വന്നിട്ട് ഈ പൊതി പൊട്ടിക്കാന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഓരോ പൊതിയിലും ഓരോ ഗിഫ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആദ്യം വരുന്നവർക്ക് നല്ല നല്ല ഗിഫ്റ്റുകളൊക്കെ കിട്ടും. ഒരു പൊതി പൊട്ടിക്കാൻ 10 രൂപയോ, ഞങ്ങളുടെ കാലത്ത് 2 രൂപ, 1 രൂപ, 3 രൂപയ്ക്കാണ്. ഇപ്പോൾ 10 രൂപയാണ് കേട്ടോ ഒരു പൊതി പൊട്ടിക്കാനായിട്ട്. അത് ഞങ്ങൾ പണ്ടത്തെ ഒരു ഓർമ്മകളൊക്കെ വറക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഞങ്ങൾ പൊട്ടിച്ചു നോക്കിയപ്പോൾ ഫുൾ പറ്റിപ്പായിരുന്നു കേട്ടോ. ഒരു പൊതിയിൽ ഒരു ഷാമ്പു 4 പൊതി പൊട്ടിച്ചു. ആ 4 പൊതിയിൽ 3 പൊതിയിൽ ഷാമ്പു ആയിരുന്നു. ഒരു പൊതിയിൽ മാത്രം ഒരു പച്ചമാങ്ങര മിഠായി കിട്ടി. അതന്നെ. അപ്പോൾ എന്തെങ്കിലും പിള്ളേർക്ക് കിട്ടിയപ്പോൾ എന്തോ സന്തോഷം അത് തന്നെ. പിന്നെ മിഠായി കിട്ടിയ ആൾക്ക് പ്രത്യേക സന്തോഷം ഉണ്ടായിരുന്നു. ഷാമ്പു പിന്നെ പിള്ളേരുടെ കയ്യിൽ കിട്ടിയിട്ട് എന്തോ കാട്ടാനാ. പക്ഷെ അവർക്ക് ലാഭം 1 രൂപ കൊടുത്തിട്ട് അവർക്ക് 9 രൂപ ലാഭം കിട്ടിയില്ലേ. പണ്ടത്തെ ഈ പൊതി പൊട്ടിക്കുന്ന സിസ്റ്റം നമ്മുടെ ഇവിടെയൊക്കെ മാറി മാറി വരികയായിരുന്നു കേട്ടോ. ഇപ്പോൾ വീണ്ടും ഇങ്ങനെ പൊതി പൊട്ടിക്കണ ഇത് കണ്ടപ്പോൾ ഒരു സന്തോഷം, അതുകൊണ്ട് പൊട്ടിച്ച് നോക്കിയതാണ്. കാര്യമായിട്ട് ഉണ്ടാവില്ല എന്നൊക്കെ ഉറപ്പായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു കാര്യം കൂടിയും കഴിഞ്ഞു. പൊതി പൊട്ടിക്കൽ കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് ഒട്ടകങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതും കൂടി കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കോർട്ടാണേ. ഞങ്ങൾ കൃപ കാണാൻ വന്നപ്പോൾ പള്ളിയിൽ കുർബാന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം പിന്നെ കുർബാനയ്ക്കൊന്നും കയറാനൊന്നും നിന്നില്ല. പിന്നെ ഐസ്ക്രീം സ്റ്റാളുകളും ഫുഡ് കോർട്ടൊക്കെ കണ്ടു. പക്ഷേ ഐസ്ക്രീം സ്റ്റാളിൻ്റെ അടുത്തേക്ക് പോലും പോയില്ല. പിള്ളേർക്ക് പനി ആയിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. ഫുഡ് കോർട്ടിൽ ഞങ്ങൾ കയറിയില്ല. ഞങ്ങൾ പോകുന്ന വഴിയിൽ തട്ടുകടയിൽ കയറാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫുഡ് കോർട്ടിലൊന്നും കയറിയില്ല ആട്ടെ പ്രാവശ്യം. അങ്ങനെ ക്രിബും കണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു വീട് എൻ്റെ ശ്രദ്ധയിൽ പെട്ടത് കേട്ടോ. എൻ്റെ ദൈവമേ, എന്തൊരു നല്ല പുൽക്കൂടാ ഇവരൊരുക്കി വെച്ചേക്കണേന്നറിയോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല സിമ്പിളായിട്ടുള്ള പുൽക്കൂട്, പക്ഷെ എന്ത് രസമാണ് കാണാമെന്നറിയോ. അതിൽ വെച്ചിരിക്കുന്ന രൂപങ്ങളും പിന്നെ ഇവരുടെ ഈ വീടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. 3 നല്ല വീടാണ്, പക്ഷെ എന്തോ ഒരു പ്രത്യേക ഒരു ഭംഗി. പിന്നെ തിരിച്ച് ഇറങ്ങുമ്പോൾ ഇവർ ഇങ്ങനെ ഒരു ട്രെയിൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പണ്ടത്തെ മോഡൽ ഇങ്ങനെ മരമൊക്കെ കൊണ്ടുപോകുന്ന ഒരു ട്രെയിൻ, അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. പണ്ടത്തെ ഒരുപാട് കാര്യങ്ങൾ ഇവർ ക്രിബിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പണ്ടത്തെ മാത്രമല്ല ഇപ്പോഴത്തെ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ക്രിപ്പൊക്കെ കണ്ട് സന്തോഷമായിട്ട് മടങ്ങി വരുന്ന വഴിയിൽ ഞങ്ങളൊരു തട്ടുകട കണ്ടു. തട്ടുകടയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഞാൻ മിക്കവാറും ഓർഡർ ചെയ്യാറുള്ളത് ബോട്ടിയും കൊള്ളിയാണ്. ഇപ്രാവശ്യം ഒരുപാട് ആൾക്കാരുള്ള കാരണം ബോട്ടിയും കൊള്ളിയും, ബോട്ടി മുട്ട, കൊള്ളി മുട്ട, ചപ്പാത്തി, അപ്പം ഇവയൊക്കെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ ഓംപ്ലേറ്റ് ഇല്ലാത്ത പിന്നെ ഒരു പരിപാടി ഇല്ലല്ലോ. നമ്മൾ വീട്ടിലൊക്കെ എത്ര ഓംപ്ലേറ്റ് ഉണ്ടാക്കി കഴിച്ചാലും തട്ടുകടയിൽ നിന്ന് കഴിക്കണ ആ ഓംപ്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാറില്ല കേട്ടോ. എന്താ സംഭവം എന്നറിയില്ല. അതേപോലെ തന്നെ തട്ടുകടയിൽ നിന്ന് കഴിക്കണ ദോശ, ചമ്മന്തി, സാമ്പാർ, അതിൻ്റെ ടേസ്റ്റൊന്നും നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കിട്ടാത്ത പോലെ തോന്നും. കണ്ട ബോട്ടിങ് കൊള്ളിയിരിക്കണം കണ്ട, മുകളിൽ ഇത്തിരി സവാളയൊക്കെ വിതറിയിട്ട് എന്ത് രസമായിരുന്നു എന്നറിയും. ഇവിടെ ട്രിവാൻഡ്രത്ത് ഒരുപാട് തട്ടുകടകളൊക്കെ ഉണ്ട്, പക്ഷെ ബോട്ടിങ് കൊള്ളിയും ഇവിടെ കിട്ടില്ല കേട്ടോ. തൃശ്ശൂരൊക്കെ ഒരുപാട് തട്ടുകടയിൽ ഈ ബോട്ടിങ് കൊള്ളിയും തന്നെയാണ് കേട്ടോ മെയിനായിട്ടുള്ള സംഭവം. അത് ഇടയ്ക്ക് എൻ്റെ അപ്പച്ചനും ഇങ്ങനെ ചേട്ടനൊക്കെ ഇങ്ങനെ വാങ്ങിക്കൊണ്ടുവന്ന് തരും വീട്ടിലേക്ക് പൊതിയിൽ പൊതിഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ തട്ടുകടയിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് വീട്ടിലേക്ക് പോയി. ഇന്നത്തെ വിശേഷം ഇത്രയുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ, ബൈ, സി യു.